cut. ഹായ് ഓൾ, PP ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടോപ്പിൻ്റെ കട്ടിങ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് പാർട്ട് എടുക്കുക. അതിൻ്റെ കൂടെ ഒരു പീസ് ലൈനിങ്, നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ആം ഹോളും ഷേപ്പും മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ലൈനിങ്ങിൻ്റെ. അപ്പോൾ ഇനി ഒരു പീസ് ലൈനിങ് എടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന്. പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം എടുക്കുക, ഈ രീതിയിലേക്ക് വെക്കുക. അതായത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് വെക്കാം. നമ്മൾ നെക്ക് കട്ട് ചെയ്യാതിരുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ നെക്ക് കട്ട് ചെയ്യാണ്ട് നിന്നാൽ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം മാത്രം രണ്ടും അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. നെക്ക് കട്ട് ചെയ്താൽ നെക്കിൻ്റെ ഭാഗവും കൂടി നമ്മൾ കറക്റ്റാക്കി വെക്കേണ്ടി വരും. അപ്പം സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യലാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ചെയ്യുന്നത്. ഇത് നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക. അതിന് ശേഷം ഇതാ ഒരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ആ സ്റ്റിച്ച് ചെയ്യേണ്ട പാർട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ ചുറ്റിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലൈനിങ്ങിൻ്റെ ആ നെക്കിൻ്റെ പാർട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതിനുശേഷം തിരിച്ചിട്ടാൽ ഒരു നല്ല ലുക്കിൽ നിൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ കട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ചിലോട്ടായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത സെയിം മെത്തേഡിൽ നമ്മളെ ബാക്ക് നെക്കും കൂടി നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഷോൾഡർ പോർഷൻ ജോയിൻ ചെയ്യലാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അടിവ് ഉള്ളിൽ വരുന്ന രീതിയിൽ തിരിച്ച് വെച്ച് ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ലൈനിങ് പീസും ബോഡി പാർട്ടും ഒന്ന് ജസ്റ്റ് വിട്ട് വെക്കുക. നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും ഉള്ളിൽ വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് ലൈനിങ് ഒന്ന് ജസ്റ്റ് താഴോട്ടേക്ക് ആക്കി കൊടുക്കുക. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് എല്ലാ പീസ് തുണിയും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ 4 പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 4 പീസും കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നെക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക നെക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ നെക്കൊന്ന് തിരിച്ച്
ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊന്നും കാണൂല, എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ശേഷം നമ്മൾ ഈ നെക്ക് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മളെ നെക്ക് ഫിറ്റായിട്ട് നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ നെക്ക് ഇവിടെ ഞാൻ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവും നമ്മൾ ആം ഹോളുമാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം സ്ലീവ് ഇവിടെ എനിക്ക് 4 കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പം നോർമലി ഇങ്ങനെ തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ കിട്ടൽ. നമ്മൾ കട്ട് പീസൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലെ തുണിയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് സ്ലീവ് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ മൊത്തം സ്ലീവ് കട്ട് ചെയ്താൽ ആ ഒരു ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അതൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ആ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ രണ്ടും ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറും നമ്മളെ സ്ലീവും തമ്മിൽ ജോയിൻ ചെയ്യലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല ഭാഗവും ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇതാ ഇവിടെ പിൻ ചെയ്യുന്ന രീതിയിൽ പിടിച്ചൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളെ സ്ലീവും ബോഡി പാർട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കിട്ടും. അങ്ങനെ 2 സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഷേപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് ബോഡിക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഏകദേശം ആ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് 4 തുണി, അതായത് 2 ലൈനിങ്ങിൻ്റെ ഭാഗവും 2 ബോഡി പാർട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 1.5 ഇഞ്ചിൽ വേസ്റ്റ് ലെങ്ത്ത് കഴിയുന്നത് വരെ ഏകദേശം 1.5 ഇഞ്ച് കൊടുക്കുക. നമ്മളെ ഹിപ്പ് ഓപ്പണിങ്ങിൻ്റെ ഭാഗം എത്തുമ്പം 1 ഇഞ്ചിലേക്കാക്കിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക. നമ്മളെ വേസ്റ്റൊക്കെ 1.5 വരും. നമ്മളെ ബോഡി ഹിപ്പിൻ്റെ ഭാഗം 1 ഇഞ്ചിലേക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കാം. സെയിം നമുക്ക് റിപ്പീറ്റേഷൻ ഇപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതാ ഷേപ്പൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാണ്. ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഇതാ ഈ ഒരു രീതിയിൽ വെക്കാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളോട്ടേക്കാണ് മടക്കേണ്ടത്. ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ടേക്ക് നല്ല സ്ട്രൈറ്റ് ആക്കി പിടിച്ചിട്ട് നമ്മളെ ഹിപ്പ് ആ കെട്ട് കൊടുത്ത ആ ഭാഗത്തു നിന്നും പിടിച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിന് മുമ്പേ നമ്മൾ ലൈനിങ് ഒന്ന് മടക്കി അടിച്ച് എടുക്കണം. ആ ഭാഗം മുതൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പണിങ് തന്നെ കിട്ടും. അവിടെ ഇവിടെ തൂങ്ങി കിടക്കുകയോ തെറ്റിപ്പോവുകയോ ഒന്നും ചെയ്യൂല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പണിങ് ആയിരിക്കും കിട്ടല്. ഇനി നമ്മൾ ആ മടക്കി വെച്ചതിൻ്റെ അറ്റത്തൂടെ ഒന്നിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഹിപ്പിൻ്റെ ഭാഗമാകുമ്പം ബോക്സ് ഷേപ്പിൽ നീഡിൽ കുത്തി വെച്ച് ബോക്സ് ഷേപ്പിൽ ഈ വരക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. താഴോളം വരച്ച്
സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിവിടെ ലൈനിങ്ങിൻ്റെ പോർഷൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ഭാഗവും മൊത്തം പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ ഓപ്പൺ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് താവ് ഭാഗം ഒന്ന് മടക്കി അടിക്കലാണ്. അപ്പം ആ ഒരു ഭാഗവും കൂടി ഡബിൾ ഫോൾഡ് ചെയ്യുക, ഒന്ന് മൊത്തത്തിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു രീതിയിൽ ഈ വീഡിയോ കാണിച്ചത് ഇതായിരിക്കും കൂടുതലും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് മെഷീനിൽ ഇരിക്കുന്നത് എന്നുള്ളത് ആ മെഷീൻ്റെ എങ്ങനെയാണ് മെഷീനിൽ അടിവ് എന്നുള്ളതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഇതാകുമ്പോൾ മെത്തേഡ് എങ്ങനെയാണെന്ന് കറക്റ്റ് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്തത്. അപ്പം മനസ്സിലാവുന്നില്ല, ആ രീതിയിലേക്ക് മെഷീനിൽ തന്നെ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ട്രിക്സ് ആൻഡ് ടിപ്സുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.